നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. വളരെ വേദനാജനകമായ ഒരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ്സുകാരനെ കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുകയാണ്. 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കൊതുമുക്ക് പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കളിക്കാൻ പോയതാണ് കുട്ടി. പടനായർകുളങ്ങര തെക്ക് സ്വദേശി അറയ്ക്കൽ വീട്ടിൽ നൌഷാദ്, ഷമീമ എന്നീ ദമ്പതികളുടെ മകനാണ് 12 വയസ്സുകാരനായ ബിലാൽ. ബിലാലിനെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാണാതാകുന്നു. കാണാതായതോടെ പിതാവ് നൌഷാദ് തിരച്ചിൽ നടത്തുന്നു. ഒപ്പം ചുറ്റുമുള്ളവരൊക്കെ കുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നു. കന്നേറ്റി കായലിന്റെ കരയിൽ നിന്ന് കുട്ടിയുടെ സൈക്കിളും ജേഴ്സിയും കണ്ടെത്തി. ബിലാൽ കായലിനടുത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പിന്നാലെ പുറത്തു വന്നു. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച CCTVയിലാണ് ബിലാലിന്റെ അവസാന നിമിഷങ്ങൾ പകർന്നത്. കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഈ ഒരു CCTVയിലായിരുന്നു. തുടർന്ന് കായൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഊർജിതമായ തിരച്ചിൽ. പക്ഷേ 2 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നും അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി. കന്നേലി കായൽ കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിലാണ് നടത്തിയത്. ഇന്ന് രാവിലെയും നടത്തിയ തിരച്ചിൽ. ഇതിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം കാണാതാകുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി തിരച്ചിൽ നടത്തി. പക്ഷേ എല്ലാം വിഫലമാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കാണാതായ സ്കൂൾ വിദ്യാർത്ഥിയെ 2ാം ദിവസം നടത്തിയ തിരച്ചിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ശനിയാഴ്ച രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടർന്നതാണ്. ഞായറാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചതാണ്. കരുനാഗപ്പള്ളി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നിന്നുള്ള സ്കൂബ ടീമും മുങ്ങൽ വിദഗ്ധരും രാത്രി 7:30 വരെ തിരച്ചിൽ നടത്തിയിരുന്നു. വിദ്യാർത്ഥിക്കായി മറ്റിടങ്ങളിലും പോലീസും ബന്ധുക്കളും ഒക്കെ അന്വേഷണം നടത്തിയതാണ്. പക്ഷേ എല്ലാ അന്വേഷണവും അസ്ഥാനത്തായിരിക്കുന്നു, വിഫലമായിരിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് 7ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ കുടുംബത്തിനുണ്ടായിരിക്കുന്ന വലിയൊരു നഷ്ടം, വേദന അത് നികത്താനാകാത്തത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? വീണതാണോ? അബദ്ധത്തിൽ വീണതാണോ? എന്തിനു കുട്ടി ആ ഭാഗത്തേക്ക് പോയി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘത്തിനും എത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് ബിലാലിന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം? മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകൾ നിർണായകം തന്നെയാണ്. കുട്ടിയെ ജീവനോടെ കണ്ടെത്താനായില്ല എന്നൊരു വേദന എല്ലാവർക്കുമുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി. കണ്ണൂർ പെരിങ്ങത്തൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥി ശിവസൂര്യ. ആ കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരാഴ്ചയായി ശിവസൂര്യ വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാശിയിലേക്കെന്ന് പറഞ്ഞാണ് ശിവസൂര്യ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. ഒരു പക്ഷേ മൈസൂരുവിലേക്കായിരിക്കാം ഈ കുട്ടി പോയത് എന്ന സംശയമാണ് വീട്ടുകാർ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൈസൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. നേരത്തെ ചൊക്ലി പോലീസ് ഒറ്റപ്പാലം, ഷൊർണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു, അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചുള്ള സൂചനകളൊന്നും കിട്ടിയിരുന്നില്ല. തിരച്ചിൽ എങ്ങും എത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അന്വേഷണം SITക്കും കൂടി കൈമാറിയിരിക്കുകയാണ്. തലശ്ശേരി ASPയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം നടക്കുക. എവിടെ പോയി ശിവസൂര്യ എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. ഒരു തുമ്പും കിട്ടാത്ത സാഹചര്യമാണ്. പോലീസ് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് കണ്ടുവെന്ന വിവരം തെറ്റാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. പെരിങ്ങത്തൂരിൽ നിന്ന് തന്നെ വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അടുത്തുള്ള CCTV ക്യാമറകൾ പലതവണ പരിശോധിച്ചിട്ടും കുട്ടിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും പോലീസ് വ്യക്തമാക്കി. തലശ്ശേരി SPയുടെ സ്ക്വാഡും ചൊക്ലി പോലീസുമാണ് അന്വേഷണം നടത്തുന്നത്. മൊബൈൽ ഗെയിമിന് അടിമപ്പെട്ടിരുന്ന ശിവസൂര്യയുടെ ഫോൺ അച്ഛൻ പിടിച്ചു വാങ്ങിയതിനെ തുടർന്നാണ് കുട്ടി നാടുവിട്ടത്. കാശിയിലേക്ക് പോകുന്നുവെന്നും ഇനിയുള്ള കാലം അവിടെ ജീവിച്ച് ദൈവത്തോട് അലിയുമെന്നും കത്തെഴുതി വെച്ചായിരുന്നു വീട് വിട്ട് ശിവസൂര്യ ഇറങ്ങിയത്. 8ാം തീയതി മുതലാണ് കുട്ടിയെ കാണാതായത്. കുട്ടി ഓൺലൈൻ ഗെയിമുകൾ സ്ഥിരമായി കളിക്കുമായിരുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ ചില പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഗെയിമിംഗ് പതിവായതിനെ തുടർന്നാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വയ്ക്കുക എന്ന തീരുമാനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തിയത്. മാത്രമല്ല ഈ ഗെയിം കളിയിലൂടെ കുട്ടിക്ക് ചെറിയ തുകകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഫോൺ പിടിച്ചു വാങ്ങിയതിനു ശേഷമാണ് കുട്ടി കത്തെഴുതി വച്ച് വീട് വിട്ടുപോയത്. സംഭവം നടക്കുന്ന സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പുറത്തുപോയ സാഹചര്യമായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ച കുട്ടിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ അച്ഛൻ്റെ വേദനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട്. എത്രത്തോളം വേദനയോടെയാണ് പിതാവ് പ്രതികരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഫോൺ പിടിച്ചു വാങ്ങില്ലായിരുന്നു എന്നതടക്കമുള്ള ഒരു
ഒരു ഭാരം ആ ബന്ധുക്കൾക്കൊക്കെ ഉണ്ട്. എന്തായാലും ശിവസൂര്യ എവിടെയാണ് എന്ന ചോദ്യവും കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. ശിവസൂര്യയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി ഒറ്റ നോട്ടത്തിൽ നോക്കാം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത മകളുടെ പ്രണയബന്ധത്തെ എതിർത്തതിന് മകൾ നൽകിയ വ്യാജ പോക്സോ കേസിൽ 45-കാരനായ പിതാവിന് ജയിലിൽ കഴിയേണ്ടി വന്നത് 18 മാസം. ഒടുവിൽ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ മാസം 24-ാം തീയതി കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് പിതാവിനെ. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം. കട്ടപ്പന മേരിക്കുളം സ്വദേശിയായ 45-കാരൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നേരിട്ടിറങ്ങിയത് ഭാര്യ തന്നെയാണ്. കാമുകനുമായുള്ള ബന്ധവും നിരന്തരമുള്ള ഫോൺ വിളികളും പിതാവ് ചോദ്യം ചെയ്തു. ഇത് പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചു. തുടർന്ന് പിതാവിൽ നിന്നും പീഡനത്തിനിരയായി എന്ന് പറഞ്ഞ് പരാതി നൽകി. കാമുകന്റെ അങ്കണവാടി ജീവനക്കാരിയായ മാതാവ് വഴി ചൈൽഡ് ലൈനിലാണ് പരാതി നൽകിയത്. ചൈൽഡ് ലൈൻ ഉപ്പുതറ പോലീസിൽ അറിയിച്ചു. ഇതോടെ അറസ്റ്റ് ചെയ്ത് പിതാവിനെ റിമാൻഡ് ചെയ്തു. കോടതിയിലും പെൺകുട്ടി പിതാവിനെതിരെ തന്നെയാണ് സംസാരിച്ചത്. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ട് റിമാൻഡിൽ തുടരുകയായിരുന്നു. കാമുകനുമായുള്ള ബന്ധത്തെ പിതാവ് എതിർത്തതും വഴക്കു പറഞ്ഞതുമാണ് പരാതിക്ക് കാരണമെന്ന വാദം അംഗീകരിച്ചാണ് കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി GR ബിൽകുൽ വെറുതെ വിട്ടത്. പിതാവ് ജയിലിൽ കഴിയവേ പെൺകുട്ടിയെ കാണാൻ കാമുകൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. 18 വയസ്സ് പൂർത്തിയായതോടെ പെൺകുട്ടി കാമുകനൊപ്പം പോവുകയും ചെയ്തു. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. കുറ്റിക്കാട്ടൂർ സംഭവിച്ചൊരു വാർത്തയിലേക്കാണ്. മദ്യലഹരിയിലായ മകന്റെ അടിയേറ്റ് പിതാവിന് ദാരുണാന്ത്യം. കുറ്റിക്കാട്ടൂർ സ്വദേശി ശശിധരനാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 12:45 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായി. സംഭവത്തിൽ മകൻ M അഭിരാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിക്കുന്നതിനെ ചൊല്ലി വീട്ടുകാരും അഭിരാമും തമ്മിൽ തർക്കമുണ്ടായി. വീട്ടിലെ മുറിയിൽ അഭിരാം മദ്യപിക്കുന്നത് മാതാപിതാക്കളും സഹോദരിയും ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇയാൾ വളരെ വലിയ രീതിയിൽ അക്രമാസക്തനാവുകയായിരുന്നു. മരക്കഷ്ണം ഉപയോഗിച്ച് അഭിരാം പിതാവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അടിയേറ്റ് തലയ്ക്കും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ശശിധരനെ ഭാര്യയും മകളും നാട്ടുകാരുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വീട്ടിലെത്തിയ പോലീസ് അഭിരാമിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മദ്യത്തിനൊപ്പം മറ്റ് ലഹരി മരുന്നുകളും ഇയാൾ ഉപയോഗിക്കാറുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. തുടർ നടപടികൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.